സർ, ശബരിമലയിൽ ഇനി ജയകുമാർ കാലമാണ്. അതായത് ഭക്തർ നൽകുന്ന ഓരോ രൂപയും അത് അവിടെ എത്തുന്ന വിശ്വാസികൾക്ക് വേണ്ടി ചെലവാക്കാൻ തന്നെയാണ് ജയകുമാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതുവരെ പിണറായി കണക്ക് കൂട്ടിയതൊക്കെ ജയകുമാറിന്റെ കാര്യത്തിൽ എവിടെയെങ്കിലും തെറ്റുന്നുണ്ടോ? ഇല്ല, ഇപ്പം പിണറായി ജയകുമാറിനെ വെച്ചത് അത് തന്നെയാണ്. ഈ 10 കൊല്ലത്തിനകത്ത് ഈ ഇപ്പം പരിശോധിക്കുമ്പോൾ 2013 ഇങ്ങോട്ട് പരിശോധിക്കുമ്പോൾ ഈ കൊള്ളയുടെ ഇതുവരെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാലത്തല്ലേ നടന്നിരിക്കുന്നത്, ഇദ്ദേഹത്തിൻ്റെ ആൾക്കാരല്ലേ നടന്നിരിക്കുന്നത്. അതായത് പത്മകുമാർ അല്ലെങ്കിൽ വാസു, പിന്നെ ഉദ്യോഗസ്ഥന്മാർ ഇടതുപക്ഷ സംഘടനയുടെ ആൾക്കാരാകുന്നു, ഈ അറസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആരോപണം വന്നിരിക്കുന്ന മന്ത്രി അല്ലെങ്കിൽ കടകംപള്ളി ഇതിൻ്റെ ഭാഗമാണെന്ന് പറയുന്നു. അപ്പോൾ ഇതെല്ലാം ആരാ നോക്കുമ്പം CPM. അപ്പോൾ CPM ആണ് അവിടെ കൊള്ള നടത്തിയിരിക്കുന്നത്. ഇന്നലെ ഇദ്ദേഹം പറഞ്ഞില്ലേ, CPM സംസ്ഥാന സെക്രട്ടറി, ഞങ്ങൾ വിശ്വസിച്ച് ചിലരെ ഏൽപ്പിച്ചു, അവർ ഞങ്ങളെ ചതിച്ചു. അതായത് CPMമാരെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ട് വാസുവിനെ തീരുമാനിക്കുന്നു, ഈ പറയുന്ന അല്ലെങ്കിൽ പത്മകുമാറിനെ തീരുമാനിക്കുന്നു, ഇവരെല്ലാം അകത്ത് പോകുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുള്ള ആൾക്കാരുണ്ട്, അവരാരും ഇതിനകത്ത് വന്നിട്ടില്ല. ആരാ ഈ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ട് അനന്തഗോപൻ സാർ വന്നില്ലേ, എന്താ അന്ന് അദ്ദേഹത്തിൻ്റെ പേര് ഇതിനകത്ത് കുഴപ്പത്തിൽ വരാത്ത? അപ്പോൾ അത് കുഴപ്പത്തിൽ വന്നില്ല. അപ്പോൾ കുഴപ്പമില്ലാത്തവരും ഉണ്ട്. അപ്പം ഇനിയും പാർട്ടിയൊന്നുമല്ല പ്രശ്നം, ഞങ്ങൾക്ക് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ഇതുവരെയുള്ള കുഴപ്പങ്ങൾ കണ്ടെത്തി ആ കുഴപ്പങ്ങളെ അതിജീവിക്കാൻ പറ്റുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഉള്ള ഒരു ഇമേജ് ഉള്ള ആൾ, ആർക്കും കുറ്റം പറയാത്ത ഒരാൾ, പാർട്ടിയുടെ സംവിധാനത്തിൽ ഇരിക്കുന്നതല്ല ആണെന്ന് പറയാൻ പറ്റാത്ത ഒരാളിനെ അദ്ദേഹം കൊണ്ടുവച്ചു. പക്ഷേ ജയകുമാറിൻ്റെ ശൈലിയേ പോത്തുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഇമേജ് അല്ലെങ്കിൽ ഈ കൊണ്ടുവച്ചത് വേറെ എന്തെങ്കിലും വേണ്ടി അത് വിട്ടുകൊടുക്കുന്നതിന് വേണ്ടി തയ്യാറാവുന്ന ഒരു ഉദ്യോഗസ്ഥനായിട്ട് അത് മാറുന്നില്ല. കാരണം അവിടെ കുഴപ്പങ്ങളുണ്ടെങ്കിൽ ആ കുഴപ്പങ്ങൾ പരിഹരിച്ച് മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിനകത്ത് ആര് പറഞ്ഞാലും ആ കുഴപ്പങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി അത് തടയാനും നോക്കത്തില്ലല്ലോ, അല്ലെങ്കിൽ ആ രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ശ്രമം. ഇപ്പോൾ തന്നെ ഇദ്ദേഹം ഇന്നലത്തെ ആദ്യത്തെ ബോർഡ് മീറ്റിംഗ് ആയിരുന്നല്ലോ, മന്ത്രി ഉൾപ്പെടെ ഉള്ളവർ അവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പം അല്ലെങ്കിൽ ബോർഡ് മീറ്റിംഗ് ഉണ്ടായിരുന്ന സാന്നിധ്യം, മന്ത്രിയുടെ സാന്നിധ്യത്തിൻ്റെ ആവശ്യമില്ല, ബോർഡ് മീറ്റിംഗ് ഉണ്ടായിരുന്നില്ല. ബോർഡ് മീറ്റിംഗിനകത്ത് ഏറ്റവും വലിയ ഒരു കാര്യമാണ് ശബരിമല അന്നദാനം എന്ന് പറയുന്നത്. അന്നദാനത്തിന് കണ്ടമാനം കാശ് കിട്ടുന്നുണ്ട്, ഈ അന്നദാനം അവിടെ കൊടുക്കുന്നുമുണ്ട് നിരന്തരമായിട്ട്. അന്നദാനം കൊടുക്കുന്നത് വേണ്ട. ഇപ്പം ഞാൻ ശബരിമല പോയിട്ടുണ്ട്, ഞാൻ അവിടെ നിന്ന് അന്നദാനം കഴിച്ചിട്ടില്ല. ഈ പറയുന്നത് പോലെ എന്താ കഴിക്കാത്തത്? കഴിക്കാൻ കൊള്ളത്തില്ല. അപ്പോൾ ഗുരുവായൂർ പോയി കഴിക്കാം, കഴിക്കാമല്ലോ, ഒന്നാന്തര സാധനമാണ്. കാരണം നമുക്ക് കിട്ടുന്ന ഭക്ഷണം ആവശ്യം പോലെ കഴിച്ചു പോകും, നല്ല ടേസ്റ്റ്. ശബരിമല ഇത് കൊള്ളത്തില്ല. ഇത് പുലാവോ? അവിടെ പുലാവും എന്തോ സാമ്പാറുവാ. ഇതെന്ന് പറഞ്ഞാൽ പുലാവ് എന്ന് പറഞ്ഞാൽ ഏതാണ്ടൊക്കെ നെയ്യ് അവിടെ തോണിക്കണക്കിന് കിടപ്പുണ്ട്, അത് എടുക്കാം. പിന്നെ ഈ അന്നദാനത്തിന്റെ പൈസയ്ക്ക് കൂടാതെ ഈ ആൾക്കാർ കൊണ്ടുവന്ന അരി അവിടെ ഡംപ് ചെയ്യും. മനസ്സിലായില്ലേ? ഈ അരി നമ്മൾ എൻ്റെ പൊന്ന് തന്നെ നമ്മുടെ ഇരുമുടിക്കകത്ത് അരി ഉണ്ടല്ലോ, ഉണ്ട്, എല്ലാത്തിനും അരി വേണം. ഈ അരി അവിടെ ഇരുമുടിക്കകത്ത് നമ്മൾ അവിടെ കൊണ്ടുപോകുന്ന സാധനമല്ല, അവിടെ ഡംപ് ചെയ്യും. അവിടെ ഡംപ് ചെയ്യുന്ന സ്ഥലമുണ്ട്. ആ ഡംപ് ചെയ്യുന്ന അരി എന്തോ എടുത്തിട്ട് ഇതുണ്ടാക്കും. അപ്പോൾ അന്നദാനത്തിന് വേണ്ടി ഇതിനകത്ത് ഉപയോഗിക്കുന്ന സാധനങ്ങളൊന്നും പുറത്തുനിന്ന് മേടിക്കണ്ട. എന്നിട്ട് അന്നദാനത്തിന് വേണ്ടി ഉള്ള ഫണ്ടിനകത്തുനിന്ന് കോടാനുകോടി രൂപ എഴുതി മാറ്റും. മനസ്സിലാകുന്നു? ഇത് ഡെയിലി അന്നദാനം നടന്നേ നോക്കൂ, തിന്നാലും നിന്നില്ലേലും അന്നദാനം നടന്നേ. കാരണം ഇതിന് വേണ്ടി കോടാനുകോടി രൂപ അടിച്ചു മാറ്റണമല്ലോ. അപ്പം ആ പൈസ ഭക്തർ കൊണ്ടുവന്ന് അന്നദാനം എല്ലാം ഉണ്ട്, ആവശ്യം പോലെ നടക്കും. അന്നദാനം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പുണ്യമായ പ്രവർത്തനം. അതുകൊണ്ട് ആൾക്കാർ പൈസ കൊടുക്കും. അന്നദാനം മഹാദാനം എന്നാണല്ലോ. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നതിനപ്പുറം വേറെ ഒന്നുമില്ലെന്ന് മതി എന്ന് പറയുന്നത്. നമ്മുടെ ധന്യക്ക് ഞാൻ 100 കോടി രൂപ തന്നെ പറയും, 1000 കോടി കാണും, 1000 കോടി രൂപ അങ്ങനെയൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്, 10,000 കോടി രൂപ വേണം. അല്ല ശരി അന്ന് തന്നെ അങ്ങനെ വായിച്ചോണ്ട് പോകുന്നു. അല്ല എല്ലാ ആൾക്കാരും അങ്ങനല്ല. അപ്പോൾ കൊടുത്താൽ മതി എന്ന് പറയത്തില്ല. നമ്മൾ സമ്പത്ത് എത്ര കൊടുത്താലും മതി പറയുന്നു. പക്ഷേ ഞാൻ ഒരു നേരത്തെ ഭക്ഷണം തന്നാലേ വയറ് നിറഞ്ഞു കഴിയുമ്പോൾ തന്നെ ഇരുന്ന് പറയും എനിക്ക് മതി. അപ്പം മതി എന്ന് പറയുന്ന ഒരു സാധനം ലോകത്ത് മനുഷ്യനും ജന്തുക്കൾക്കും പ്രകൃതിയിലുള്ള എല്ലാത്തിനും കൊടുക്കുന്നത് ഭക്ഷണമാണ്. അപ്പോൾ അതാണ് അന്നദാനം മഹാദാനം എന്ന് പറയുന്നത്, മതിയെന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് കൊള്ള നടത്തുക. അപ്പോൾ അദ്ദേഹം പരിഷ്കരിച്ചു, നല്ല കാര്യം പരിഷ്കരിച്ചു എന്ന് പറഞ്ഞാൽ 2 കൂട്ടം പായസം, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ പപ്പടം അച്ചാറും സദ്യ, അതായത് കേരള സദ്യ ഒരുക്കുക. ഇനി ആൾക്കാർ അവിടെ നിന്ന് കഴിക്കാൻ കൂടും. കാരണം പമ്പാ സദ്യ ഉണ്ടായിരുന്നു അവിടെ. പമ്പ ഈ
നമ്മുടെ ഈ എനിക്കൊന്ന് ആറാട്ടിന്റെ ആറാട്ടിന്റെ ഇപ്പൊ അതില്ല. ഇല്ല ഇല്ല. അവിടെ കൊണ്ടുവരും, ആറാട്ടിന് കൊണ്ടുവരും, ആറാട്ടിന്റെ കുറെ ചടങ്ങുണ്ട്, അദ്ദേഹത്തെ അവിടെ കൊണ്ടുവന്ന് ഇവിടെ ഇരുത്ത് കുളിപ്പിക്കുകയോ തിരിച്ച് എഴുന്നള്ളിച്ച് കൊണ്ടുപോകും. പമ്പയിൽ തന്നെ അത് ആറാട്ട് ഇത് ഉരുക്കി കുളിപ്പിക്കുക, അല്ലെങ്കിൽ അതിന്റെ ശാസ്ത്രം അങ്ങനെ ശാസ്ത്രീയമായിട്ട്, അല്ലെങ്കിൽ പറഞ്ഞ പോലെ നമ്മുടെ ബഹുമാനപ്പെട്ട തന്ത്രി പറയുന്നതനുസരിച്ച് നടക്കട്ടെ. ദേവഹിതം അവിടെ, അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് നടക്കുന്ന അതൊക്കെ പ്രശ്നം. പക്ഷെ അവിടെ ഒരു സദ്യ ഉണ്ടായിരുന്നു. ആ സദ്യ ഒരുക്കുന്നതിന് എന്തോ ഇത്രയും കാശ്, ഇത്രയും ഉദ്യോഗസ്ഥന്മാർ, ഇത്രയും സംവിധാനം, ആ ഒരു സദ്യ ആ സമയത്ത് അവിടെ ഒരുക്കണ്ടേ? അത് വളരെ കൃത്യമായിട്ട് പമ്പാ സദ്യ എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തമായിരുന്നു. അതെന്തുകൊണ്ട് ഒരുക്കുന്നു? അതിന് പൈസ മുടക്കാൻ വഴി, ആ പൈസയും കൂടെ പോക്കറ്റിലോട്ട് ഇട്ടാലേ, അത് വീട്ടിൽ കൊണ്ടുപോയാലേ, അല്ലെങ്കിൽ റബ്ബർ തോട്ടം മേടിച്ചാലേ കുടുംബം രക്ഷപ്പെടുമല്ലോ. അപ്പോൾ അതിപ്പോൾ പുള്ളി മാറ്റി, അത് നടക്കത്തില്ലേ? എടാ ആരുടെ ആർജവെന്ന് മനസ്സിലാക്കണം. നാളെ നടത്തും, ഇന്ന് തീരുമാനിച്ചാൽ നാളെ നടത്തും, അതിന് ഒരുക്കങ്ങൾക്കൊന്നും വേണ്ട. അപ്പം അവിടെ നടത്തിക്കാൻ കഴിവുണ്ട്. അതാണ് കപ്പാസിറ്റി, അതാണ് രീതി. അപ്പം അതിനകത്ത് നമ്മൾ എന്തോ പറഞ്ഞാലും ഇത് നടത്തുന്നത്, ഈ ഒരു ഇമേജ് തിരിച്ചു പിടിക്കുന്നതെന്ന് പറഞ്ഞാൽ, അടുത്ത ഇലക്ഷൻ ആവുന്നതോട് അല്ലെങ്കിൽ ശബരിമല സീസൺ ആൾക്കാരോടൊന്ന് ഇറങ്ങിയിട്ട് പറഞ്ഞു ഉഗ്രൻ ഉഗ്രൻ, ഇത് ഇതുവരെയുള്ളതെല്ലാം അതിനകത്ത് പോകും. അതാണ് ഒരു നമ്മളീ പറയുമ്പം, എത്ര പറയുമ്പോഴും എന്തൊക്കെ ചെയ്യുമ്പോഴും ഏതൊക്കെ കാര്യത്തിനകത്ത് കുഴപ്പം വന്നാലും ഇതിനെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം അതിനകത്താണ് പിണറായി നമ്മൾ അംഗീകരിക്കുന്നത്. ഇതെല്ലാം അതിൻ്റെ അകത്ത് പോകത്തില്ലേ? സ്വർണവും പോവും, അയ്യപ്പനും പോവും, കൊള്ളയും പോവും, എല്ലാം പോവും. അവിടെ ചെന്നിരിക്കുന്നതിന് ആ സമയത്ത് അനുഭവിക്കുന്ന സുഖവും സന്തോഷവും പ്രശ്നവും പരിഹരിക്കും. മാത്രമല്ല എല്ലാം നീ കറക്റ്റ് ആവും, ക്യൂ കറക്റ്റ് ആവും, തെള്ളു വരത്തില്ല, കറക്റ്റായി. മാളികപ്പുറത്ത് തന്നെ പെണ്ണുങ്ങൾ പോയാൽ അവർ പറയും നല്ലതല്ലേ, കുഞ്ഞുങ്ങൾക്ക് പോയ പ്രശ്നമില്ല. അപ്പം എല്ലാം ഒരുക്കുന്നതിനകത്ത്, അതായത് കൃത്യമായിട്ട് കൊള്ള നടത്താനല്ലാതെ അവിടുത്തെ കാര്യങ്ങൾ, ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നടത്താൻ പറ്റുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അതിന് താല്പര്യമുള്ളവൻ, നട്ടലുള്ളവൻ, അല്ലെങ്കിൽ കഴിവുള്ളവൻ, ആ വിചാരമുള്ളവൻ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം നടക്കുമെന്നുള്ള കാര്യം മനസ്സിലായില്ലേ? ഇപ്പോൾ ഇതുവരെ ഉള്ളവരെന്ന് പറഞ്ഞാൽ ബോർഡിൻ്റെ കാര്യം വെച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അവിടെ ചെല്ലുന്നു, അവിടുത്തെ വാതിൽപ്പടി ഇളക്കുമോ, ഉണ്ണിയെണ്ണ പോറ്റിയുടെ കൂടെ, മറ്റേ ഇതവൻ്റെ ആലോചന കൊടുക്കുക. അല്ലെങ്കിൽ ആ കാട് വെട്ടുന്നത് മരാമത്തിന് അറിയാമോ? PWD അവിടെ ഉണ്ട്. മരാമത്ത് എന്ന് പറഞ്ഞാൽ ഞാനതാ. ഇതില്ല, എന്തോ നമ്മൾ ഫണ്ട് ഓഡിറ്റിംഗ് ഇല്ല, മരാമത്തിന് ഓഡിറ്റിംഗ് ഇല്ല. എന്ന് വെച്ചാൽ ഇതൊക്കെ ബുദ്ധിപൂർവ്വം ചെയ്തേക്കൂല്ലേ? മരാമത്തിന് ഓഡിറ്റിംഗ് ഇല്ല. കക്കൂസ് ക്ലീൻ ചെയ്യുന്നതിന് 25 രൂപ കൊടുത്തിട്ട് 25,000 എഴുതി വെച്ചാൽ ചോദിക്കാൻ ആളുമില്ല. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, അല്ലെങ്കിൽ 1 ലക്ഷം രൂപയുടെ കക്കൂസ് പണിഞ്ഞിട്ട് 10 ലക്ഷം രൂപ, ശരി, ഓക്കെ, ചോദിക്കാനല്ല. മരാമത്ത് ഇതില്ല. ഇതേ രീതിയിൽ അപ്പം ഈ കാര്യത്തിലാണ് അവിടെ ഇതുവരെ ഇരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, തേങ്ങാലേലത്തിൻ്റെ അവൻ്റെ കയ്യിൽ നിന്ന് അവന് അല്ലെങ്കിൽ 10 പേരുടെ കയ്യിൽ നിന്ന് തേങ്ങാലേലം അല്ലെങ്കിൽ കൊട്ടേഷൻ കൊടുക്കുക. ആ കൊട്ടേഷൻ മൊത്തം മുക്കിയേരെ നമ്മുടെ കക്ഷിക്ക് കൊടുത്തേരെ, അവൻ്റെ 10 കോടി രൂപ മേടിക്കേരെ. ഞാൻ പറയും, ഉദാഹരണം പറയുക. അപ്പോൾ അരവണ ആ ശർക്കര കൊണ്ടുവരുന്നതിനാ, കാട്ടു ശർക്കര കൊണ്ടുപോവാ, അവൻ്റെ കയ്യിൽ നിന്ന് മേടിയൊരു 10 കോടി എന്ന് ഇങ്ങനെ മേടിച്ച് കൂട്ടുന്നതിന് കോടികളാണ്. അരവണ പായസം, പല്ലി വീണാലും കുഴപ്പമില്ല, എണ്ണ വീണാലും കുഴപ്പമില്ല, എലി വീണാലും കുഴപ്പമില്ല, വിട്ടേരെ, അവൻ്റെ കയ്യിൽ നിന്ന് മേടിയൊരു കാശ്. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് വേണ്ടി താല്പര്യപ്പെട്ടിരിക്കുന്ന മൂരിബാബു, ഉണ്ണിയണ്ണം പോറ്റി, മറ്റേ അല്ലെങ്കിൽ പ്രസിഡന്റുമാരും ഒക്കെ ആണല്ലോ അവിടെ ഇരിക്കുന്നത്. അപ്പം അതിനപ്പുറം ഇതുപോലെ കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ, ഇതുപോലായിരുന്നു ഈ കോൺഗ്രസിൻ്റെ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നു, നമ്മുടെ മിൽവയുടെ ചെയർമാനായിട്ടിരുന്ന അദ്ദേഹം മരിച്ചുപോയി, പേര് പ്രയാർ ഗോപാലകൃഷ്ണൻ. അപ്പോൾ ഒരുമാതിരി കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യുന്ന മനുഷ്യനായിരുന്നു. ബാക്കിയുള്ള കൊള്ളക്കാരെ ക്കകത്ത് PhD ഉള്ള പാർട്ടിക്കകത്ത് നിന്നുള്ള നേതാക്കന്മാരാണല്ലോ കോൺഗ്രസിൻ്റെ ഇതിനകത്ത്. അപ്പോൾ അതിനകത്തുനിന്ന് വ്യത്യസ്തനായിട്ടുള്ള മനുഷ്യനായിരുന്നു. പല പരിഷ്കാരങ്ങളും അവിടെ നടത്തി. അദ്ദേഹം ഒരു ഭക്തനായിരുന്നു, അയ്യപ്പ ഭക്തനായിരുന്നു. അദ്ദേഹത്തിന് എന്നിട്ട് പൂർണ്ണമായിട്ട് നടത്താൻ പറ്റുന്നില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ ആൾക്കാർ നിന്നു കൊടുക്കുന്ന ഒരു അവസ്ഥയില്ല. പക്ഷേ ജയകുമാറിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ലേ? ജയകുമാർ ഇച്ചിരി ആർജവമുള്ളവൻ, IAS ഉദ്യോഗസ്ഥന്, കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാനും അല്ലെങ്കിൽ ചെയ്തില്ലെങ്കിൽ കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ ചെയ്യാത്തവനെ എന്ത് ചെയ്യണമെന്നൊക്കെ അറിയാം. അതുകൊണ്ട് ജയകുമാർ ഇറങ്ങി നിൽക്കുമ്പോൾ ഒന്ന് പേടിക്കും. അപ്പം അദ്ദേഹം അതിന് തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു ക്ലീൻ ഇമേജ് ഉണ്ട് ജയകുമാർ. നമ്മൾ നേരത്തെ അദ്ദേഹം ഇവിടെ ഇരുന്നത് ശബരിമലയിൽ ഇന്നതൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് കാണിച്ചു കൊടുത്തു. അന്നേരം പുള്ളി അങ്ങ് മാറ്റി വിട്ടുള്ളൂ. ഇനി ഒരു കാലത്തും നീ ഇവിടെ കയറിയേക്കരുത്. ഇവിടെ ചില അല്ല തമാശ കാര്യങ്ങളൊക്കെ പ്രശ്നമൊക്കെ വെച്ച് ദേവഗീതം നോക്കി അത്യാവശ്യം കാച്ചും പൊട്ടിച്ച് നിൽക്കുന്ന ഒരു സംവിധാനത്തിനകത്ത് ഇയാൾ വന്ന് ഇതെല്ലാം കൂടെ കലക്കാൻ നോക്കുന്നത്. കയറി ഇനി ഇവിടെ കയറിയേക്കരുന്ന് പറഞ്ഞ് പുള്ളി അടിച്ചു വിട്ടാ. പിന്നെ അവസാനം വീണ്ടും അന്ന് അദ്ദേഹം അത് പറഞ്ഞു, ഞാൻ ഇവിടെ ചെന്നത്, ഞാൻ ചെയ്തത് പലർക്കും അസ്വസ്ഥത ഉണ്ടാക്കി. അത് നേരത്തെ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. വീണ്ടും പുള്ളിക്ക് അവസാനം അയ്യപ്പൻ കൊണ്ട് കൊടുത്ത അന്ന് നേരത്തെ വെച്ച് വെക്കും. അപ്പൊ പുള്ളി അവിടെ നടത്തും കാര്യങ്ങൾ. അപ്പം പുള്ളി അവിടെ കാര്യങ്ങൾ നടത്തിയിട്ട് ഈ വാവും. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമാണ്. കാരണം അവിടെ അതിനകത്ത് ആദ്യത്തെ 2 ദിവസം അവിടെ ഇദ്ദേഹം
ഉണ്ടായ ഒരു പ്രശ്നം തിരക്ക് ഇതൊന്നും ഇപ്പം ശബരിമലയെ പറ്റി ഒരു മാധ്യമങ്ങളിലും ഒരു വർത്തമാനം ഇല്ലല്ലോ, കോടതിക്കകത്ത് അല്ലെങ്കിൽ ചെല്ലുന്നില്ലല്ലോ. അപ്പം ഉത്തരവാദിത്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു. അതിനകത്ത് വേറെ ആരും ഇടപെടണ്ട, അദ്ദേഹം ഇടപെട്ട് കാര്യങ്ങൾ ചെയ്താൽ മതിയെന്ന് ഒരുപക്ഷെ ഈ പോയ ഇമേജ് തിരിച്ചെടുക്കുന്നതിന് വേണ്ടി സംവിധാനം തീരുമാനിച്ചിട്ടുണ്ടാവും. അതായത് മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും ഒക്കെ തീരുമാനിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നത്. ഏതായാലും കൊള്ളക്കാരുടെ കാര്യത്തിൽ തീരുമാനമായി. കാരണം അവിടുന്ന് കൊള്ള ഇവിടുന്ന് കൊള്ള അടിച്ച് മാറ്റാതെ ഈ ഒക്കെ ഉണ്ടല്ലോ. പ്രധാനപ്പെട്ട ഒരു കൊള്ളയത്, പ്രധാനപ്പെട്ട എന്ന് വെച്ചാൽ അൺലിമിറ്റഡ് ആണ്. ഇതൊക്കെ എഴുതി വെക്കുന്ന കണക്ക് മനസ്സിലാവും, എഴുതി വെക്കുന്ന കണക്ക്. ഇന്നത്തെ അന്നദാനം 25,000 രൂപ മുടക്കിയിട്ടുണ്ടെങ്കിൽ 50 ലക്ഷം രൂപ വീതിച്ചെടുക്കുമല്ലയോ, എഴുതിയവനും പറഞ്ഞവനും മറ്റവനും മറിച്ചവനും എല്ലാം കൂടെ വീതിച്ചെടുക്കുക. ഇതിന് ഒരു ഇതാവാൻ പോയി. ഇനിയിപ്പോൾ ഇതിന് കണക്കും ഒരു കൃത്യമായിട്ട് അറിയാമല്ലോ, സാധനം പർച്ചേസ് ചെയ്യുന്ന മറ്റേ എന്നാലും ഇവരെ കീഴിൽ പഠിക്കും, എന്നാലും കുഴപ്പമില്ല, പഴയ പോലെ നടക്കത്തില്ല. ഏതായാലും ഈ ജയകുമാറിൻ്റെ നീക്കം ഒരുപക്ഷെ ശബരിമലയിൽ ചെല്ലുന്ന ഭക്തർക്ക് ഇദ്ദേഹം പറഞ്ഞതുപോലെ അവിടെ പൈസ ഭക്തന്റെ പൈസയാണ്, ഇതിനകത്ത് ദേവസ്വം ബോർഡിന് യാതൊരു കാര്യവുമില്ല. ഭക്തന്റെ പൈസ അന്നദാനത്തിന് വേണ്ടി കൊടുക്കുന്നത് ദേവസ്വം ബോർഡിനകത്ത് യാതൊരു കാര്യവുമില്ല. അതവിടെ വരുന്ന ഭക്തന് അന്നദാനം വളരെ കൃത്യമായിട്ടും വൃത്തിയായിട്ടും അവിടുത്തെ പമ്പാ സത്യയുടെ ആചാരത്തിനനുസരിച്ചും കൊടുക്കുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു. അത് നാളെ തന്നെ കൊടുക്കും. അത്തരത്തിൽ ആർജവത്തോടു കൂടിയാണ് അത് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു ശുഭ പ്രതീക്ഷ ശബരിമലയിൽ വെക്കാം ജയകുമാറിലൂടെ എന്നാണ് വിചാരിക്കേണ്ടത്.